ഡൽഹിയിലേക്ക് പോകാം. റഷീദ് ബിൻ മുഹമ്മദ് കൂടി വിവരങ്ങൾ നൽകും. റഷീദ്, നിലവിലിങ്ങനെ രാജ്യത്താകമനം പാചകവാതക ലഭ്യത അത് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടികളാണ് നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത്. കേന്ദ്രം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ, ഉറപ്പുകൾ നൽകിയിട്ടുണ്ടോ? അപ്പം ഡൽഹി അടക്കമുള്ള മെട്രോ നഗരങ്ങളിൽ നിലവിൽ എന്താണ് അവസ്ഥ? ഗുഡ് മോർണിംഗ് ജെർസി. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഘർഷം അത് ഇന്ത്യയെ കൂടുതൽ ബാധിക്കുകയാണ്. പ്രത്യേകിച്ചും LPG സിലിണ്ടറുകളുടെ വിതരണത്തിൽ അത് സാരമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാധിച്ചിട്ടുണ്ട്. നിലവിൽ 28% റെസ്റ്റോറൻറ്റുകളെ അടക്കം ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. 2 ദിവസം മുമ്പ് ഇത് 20% റെസ്റ്റോറൻറ്റുകളെയും മറ്റു വാണിജ്യ മേഖലകളെയും സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. പക്ഷേ ദിനം പ്രതിയും ഇതിൻ്റെ തോത് വർദ്ധിച്ചു വരുന്നത് വളരെ ആശങ്കാജനകമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഹോർമുസ് കടലിടുക്ക് വഴി അല്ലാത്ത മേഖലകളിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള നടപടികൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും അറിയാൻ സാധിക്കുന്നത്. മറ്റു മേഖലകൾ എന്ന് പറയുമ്പോൾ അർമേനിയ, ജർമ്മനി അടക്കമുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ഇറക്കുമതി കൊണ്ടുവരാനുള്ള ഒരു നീക്കം ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. പ്രത്യേകിച്ചും ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഇത് തടസ്സപ്പെട്ടതോടുകൂടി, ഇന്ധനം ഇറക്കുമതി തടസ്സപ്പെട്ടതോടുകൂടി മറ്റു മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 10%-ലധികം ഇറക്കുമതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിശദീകരണമാണ് ഇതുവരെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നിലവിൽ മുംബൈ, കർണാടക, അതോടൊപ്പം ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലെ വിവിധ മേഖലകളിൽ സിലിണ്ടർ ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് നിരവധി ഹോട്ടലുകളും അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട ഓഫീസുകളിലെ ക്യാൻറ്റീനുകളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ പ്രവർത്തനരഹിതമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ രാജ്യ തലസ്ഥാനം കൂടിയും കടുത്ത ക്ഷാമത്തിലേക്ക് പോവുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയും ചെയ്യും. അതേസമയം ഇത്തരം വാർത്തകളെ നിലവിൽ പ്രചരിപ്പിക്കേണ്ടതില്ല ഒരു നിലപാടിലേക്ക് തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് നിലവിലെ സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ അത് വിലയിരുത്തണം. പ്രത്യേകിച്ചും LPG സിലിണ്ടറുകളുടെ വിതരണത്തിൽ ക്ഷാമമുണ്ട് എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത്തരം വാർത്തകൾ വരികയാണെങ്കിൽ അതിൽ നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും 30%-ലധികം വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിൽ ക്ഷാമം നേരിടുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം പെട്രോളിയം മന്ത്രാലയം അല്ലെങ്കിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തന്നെ കടക്കുമെന്നുള്ളതാണ്. മറ്റു സംസ്ഥാനങ്ങളിലും ഇത് സാരമായി ബാധിക്കും. ഇതിനോടകം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരൊക്കെ തന്നെയും ഇതിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്കും അതോടൊപ്പം പെട്രോളിയം മന്ത്രിക്കും കത്തുകൾ നൽകുകയും ചെയ്തിട്ടുള്ളത്. നിലവിലെ സ്ഥിതിഗതികൾ പരിശോധിച്ച് വരികയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ശരി റഷീദ്, എന്തായാലും ഈ പശ്ചിമേഷ്യൻ സംഘർഷം ഇങ്ങനെ തുടരുന്ന പശ്ചാത്തലത്തിൽ ഉടനെയൊന്നും ഈ ഒരു പ്രതിസന്ധിക്ക് അയവ് പ്രതീക്ഷിക്കേണ്ടതില്ല. 30%-ലധികം ഈ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ ലഭ്യത കുറവുണ്ടാകുമെന്ന് നേരത്തെ തന്നെ കേന്ദ്രം അറിയിച്ചതുമാണ്. അത് അങ്ങനെ തന്നെ തുടരുന്നതിനപ്പുറത്തേക്ക് സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകുമോ എന്നുള്ള കാര്യത്തിലാണ് ആശങ്ക ഉണ്ടാകുന്നത്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ കണ്ണൻ പറയുകയാണ്, ഗൾഫ് നാടുകളിൽ പോലും ക്ഷാമമുണ്ട്, പിന്നെയല്ലേ മറ്റു രാജ്യങ്ങളിൽ എന്ന് പറയുന്നുണ്ട്. പല ഹോട്ടൽ ഉടമകളും ഗുരുതര പ്രതിസന്ധിയിലാണ്. പലരും ലോൺ എടുത്ത് തുടങ്ങിയവരാണ്. സ്വാഭാവികമായിട്ടും അവരൊക്കെ വലിയ പ്രതിസന്ധിയിൽ പെട്ടുപോകുന്ന അവസ്ഥ തന്നെയാണ് നിലവിലുള്ളത്. അപ്പോൾ 6 മാസത്തേക്ക് നമുക്ക് ഇന്ധനക്ഷാമം ഉണ്ടാവില്ല എന്നാണല്ലോ മോദി പറഞ്ഞത് എന്ന് പറയുന്നു. അധികാരികൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, സാധാരണക്കാരനല്ലേ ഈ ബുദ്ധിമുട്ടൊക്കെ എന്ന് ഹൈദരലി അടക്കം പറയുന്നു. നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ശരി, അപ്പോൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പരിണിത ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നതെങ്കിൽ പശ്ചിമേഷ്യയിൽ ഇനി എന്ത് സംഭവിക്കുന്നു?